ക്രിസ്മസ് ആയിട്ട് നമ്മൾ കാട്ടുമൂരിയുടെ ഉണ്ട അതല്ലെങ്കിൽ റോക്കി മൗണ്ടൻ ഓയിസ്റ്റേഴ്സ് ഗ്രില്ല് ചെയ്യാൻ പോവാനട്ടാ. ഇനി ആ ഉണ്ട തന്നെ ഉപയോഗിച്ചിട്ട് കേരള സ്റ്റൈലില് ഒരു കട്ട്ലറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. റെഡി പൂപ്പാ. നമ്മളെ കാട്ടുമൂരിയുടെ രണ്ട് ഉണ്ട റോക്കി മൗണ്ടൻ ഓയിസ്റ്റേഴ്സ് എന്നാണ് അത്ര ഇതിന് ഇംഗ്ലീഷിൽ പറയാ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടാ. ലാമ്പിന്റെ കഴിച്ചിട്ടുണ്ട്, ഇതുവരെ ഞാൻ മൂരിയുടെ കഴിച്ചിട്ടില്ല. നല്ല പേരല്ലേ, റോക്കി മൗണ്ടൻ ഓയിസ്റ്റേഴ്സ്. ഓയിസ്റ്റേഴ്സിന്റെ ചെറിയ ഒരു ഷേപ്പ് ഉണ്ട്, ടെക്സ്ചർ ഉണ്ട്. കാടിന്റെ മുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ കിട്ടണം. നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ്. കിട്ടാൻ അവൈലബിലിറ്റി ഇല്ലല്ലോ. ഈ കൗബോയ്സിന്റെ ഒക്കെ കവിയർ എന്നാണ് പറയുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കവിയർ ടെക്സ്ചർ ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കവിയർ എന്ന് ഇതിനെ വിളിക്കണേ. നല്ല അടിപൊളി രണ്ടുണ്ട. ഒരു ഉണ്ട കഷ്ടി 400 ഗ്രാമോളുണ്ട്. അങ്ങനെ 800 ഗ്രാം തന്നെ ഉണ്ടുണ്ട് കേട്ടോ. ബിഗ് ഉണ്ടസ്. ലുക്ക് അറ്റ് ദിസ്. ഇതിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ടാണ് ഗ്രില്ല് ചെയ്യണേ. മറ്റേനെ നമുക്ക് കട്ട്ലൈറ്റ് ആക്കാം. അപ്പോൾ ഇതിലുള്ളിൽ വലുത് കുറച്ച് വലുത് കണ്ടിട്ടില്ലേ? നമ്മുടെ ചില ബോൾ വലുതും ചെറുതും ഉണ്ടാവില്ലേ? അതേപോലെ തന്നെ ഇതിനും ഒരെണ്ണം വലുതും ചെറുതും ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടത് കുറച്ച് വലുതാന്ന് തോന്നുന്നുണ്ട്. രണ്ടും ഒരേ വലുപ്പം തന്നെ കേട്ടോ ഗോൾഡേ അല്ലേ? ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിനെ പുറത്തേക്ക് എടുക്കാൻ പോകാറുണ്ട്. അതിൻ്റെ പരിപ്പ്, ഇതിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? നല്ല മഞ്ഞ ഈ മീൻ മുട്ട പോലെ ഇല്ലേ? അതുകൊണ്ടാണ് ഇതിനെ കവിയർന്ന് വിളിക്കുന്നത് കണ്ടാ. അപ്പോൾ ഈ സാധനം അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. കണ്ടാ, സൂപ്പറായിട്ട് ഉരിഞ്ഞു വരും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, ശരിക്കും ഒരു ഗ്ലാസ്സിൽ എന്തോ വെച്ച പോലെ ഉണ്ടല്ലോ ഇവിടെ. ഇതിഞ്ഞ് തിന്നണല്ലോ എന്ന് ആലോചിച്ചിട്ടൊക്കെ ഗോൾഡേക്ക് അല്ലേ? ഇതൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ സ്പേമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു അല്ലേ ഗോൾഡേ? ഇതിനെ ഒരെണ്ണത്തിനെ കട്ട് ചെയ്തിട്ട് നമുക്കേ കട്ട്ലൈറ്റിനായിട്ട് ഉപയോഗിക്കണം. ചെറിയൊരു മൂത്രത്തിൻ്റെ അല്ല, എന്തോ ഒരു മണം പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ പീസിന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടിപ്പിക്കാൻ പോകാം. എന്നാലേ നമുക്ക് നല്ല സൂപ്പറായിട്ട് കട്ട്ലൈറ്റ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. കണ്ടാ? ഓക്കെ, ശരിക്കും മീൻ മുട്ട. എനിക്ക് ലഞ്ചിന് മീൻമുട്ട വേണമെന്ന് പറഞ്ഞ ഗോൾഡേക്ക് ഇന്ന് ഇതിന്റെ അണ്ടി തന്നെ കൊടുത്തേക്കാം. മീൻമുട്ട ഇവിടെ ഉണ്ട്, ഇന്ന് കഴിക്കാനുള്ളതാണ്. ഇത് കണ്ടിട്ട് കഴിക്കണില്ല. ഇനി നമ്മുടെ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ അവിടെ ഉണ്ടാവുക കേട്ടോ. കഴിഞ്ഞ ദിവസം മറ്റേ ഹാർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു മാർക്കോ കണ്ടു കഴിഞ്ഞ് പറഞ്ഞ വഴിക്കാ ചേട്ടാ ഇത് കണ്ടേന്ന്. ബ്യൂട്ടിഫുൾ ടു. ഇതൊക്കെ ഓക്കെ. ഞാൻ അടുത്തത് രണ്ടെണ്ണം. കണ്ട, നമ്മളിത് പഠിച്ചിട്ടുണ്ട് ശരിക്കും. ഇങ്ങനെ നമ്മളാ ചിത്രത്തിൽ, വൃഷണങ്ങളുടെ ചിത്രത്തിൽ കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ അനാറ്റമി മൊത്തം ഇരുന്ന് പഠിക്കേണ്ടി വരും. പക്ഷേ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ കണ്ടാ? അതൊക്കെ ആണ്. മനുഷ്യൻ്റെയോ നമുക്ക് ഇങ്ങനെ മുറിച്ച് കാണാൻ പറ്റില്ല. ഇതാകുമ്പോൾ നമുക്ക് കിട്ടണമെങ്കിൽ കാണാമല്ലോ. ഇങ്ങനെയൊക്കെ പഠിക്കുക. കണ്ടില്ലേ ഇതിൻ്റെ ഞരമ്പ് വർക്കുകളൊക്കെ കണ്ടില്ലേ? പക്ഷേ ഈ ബീജം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ഞരമ്പ് വർക്ക് കാണാനില്ല കേട്ടാ. അതിൻ്റെ പുറത്താണ് അതിൻ്റെ. ഈ സാധനങ്ങളുള്ള കാരണമായിരിക്കും നമ്മുടെ ബോൾസ് ചിലപ്പോൾ തണുക്കണ സമയത്ത് മുകളിലേക്ക് കയറി താഴത്തേക്ക് വരും. കണ്ടിട്ടില്ലേ? എന്തൊക്കെ അറിവുകളല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ കൊണ്ടേ ഒരേ ഒരു പീസ് ഇന്തമാതിരി ആൾ നടു കട്ട് ചെയ്യുന്നു. വൺ, ടു. ഓക്കെ, പഴംപൊരി പോലെ ഉണ്ടല്ലേ? ശരിക്ക് ഒരു ലിവർ തൊടുമ്പോൾ ലിവറിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ ഗോൾഡേ. വെരി നൈസ്. ഇനി ഇതിൽ രണ്ടെണ്ണം നമുക്ക് കുക്കറിലേക്ക് ഇടാം. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി, ഒരു ലേശം മഞ്ഞൾപ്പൊടി. ഇനി ഒരു 10 മിനിറ്റ് കുക്കറിലിരുന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ മാഷ് ചെയ്യണം. ഓക്കെ, അത് അവിടെ ഇരുന്ന് വേവണ സമയത്ത് നമുക്ക് ഈ ഇരിക്കുന്ന ബോൾസിൽ ഇതിനെ കുറച്ച് തിന്നാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിക്കാൻ പറ്റുമല്ലോ. കുറച്ച് തിൻ സ്ലൈസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണേ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഇൻസിഷൻ ഇടണ്ടേ, ചെറിയൊരു സ്കോർ. ഇപ്പോൾ നമ്മുടെ തിൻ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള ബോൾസും റെഡി ആയിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇതിനെ വെക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, വൈകുന്നേരം നമുക്കിത് ഗ്രില്ല് ചെയ്യാം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോൾ ഇല്ലണ്ട് കേട്ടോ. ലൈക്ക് വെരി സ്മോൾ.
കറക്റ്റ് മീനിൻ്റെ മുട്ട വെന്ത് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ആ മഞ്ഞപ്പൊടിയും കൂടി ആയപ്പോൾ ഇത്തിരിയേ ഉള്ളൂ. മാമനും പോവിനും തികയാണാവോ, അവർ തല്ലോടി നടക്കുക. ബോൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു പൊട്ടമണോ ഒന്നും തന്നെ ഇല്ല കേട്ടാ. ഒരു കുഴപ്പമില്ല, നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇത്തിരി ഉള്ളൂ എന്ന് മാത്രം, വെരി ലെസ്. വെന്ത് കഴിഞ്ഞപ്പോൾ തീരെയില്ല. എന്തിട്ട് വെന്തോന്ന് നോക്കാൻ. അതേ ഗോൾഡ് ചോദിക്കുക വെന്തോന്ന് നോക്കാൻ. ഇതിൻ്റെ മുകളിൽ നെയ്യാന്ന് തോന്നുന്നു, പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചൊറി പിടിച്ച പോലെ ഇരിക്കണ കണ്ട. ഓക്കെ ഓക്കെ, അതാ പീസസ്. ഇത് അരിഞ്ഞെടുത്തിട്ടുള്ള പീസുകൾ നമ്മൾ ഒരു മിക്സിയിലേക്ക് ഇടാൻ പോവാട്ടാ. ഇത് നാൾ നമ്മൾ മസാല ഉണ്ടാക്കിയില്ലേ ബീഫിൻ്റെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട്, ആ സാധനം. അപ്പം വെറുതെ അല്ലേ പറഞ്ഞു ചേട്ടാ, അത് വെന്ത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതാണ് പറഞ്ഞത്, അടിച്ച് നിൻ്റെ ഉണ്ട ശരിയാക്കുമെന്ന് പറയില്ലേ. ഈ പരുവൊക്കെ നമ്മൾ അടിച്ചിട്ട് കണ്ടാ അന്തമാരി ആളുകൾ പാറുങ്ങളെ. ഇനി എന്താ ഈ സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട്ലൈറ്റ് ആക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ഇപ്പോൾ ആലോചിക്കായിരുന്നു, ക്രിസ്മസിൻ്റെ ബെല്ല് അല്ലേ, മണി കുക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ക്രിസ്മസിന് ഇത്തവണ വെറൈറ്റി ആയിട്ട് മണി തന്നെ, ലോകത്തിൽ ആദ്യമായിട്ട് ക്രിസ്മസിന് മണി കുക്ക് ചെയ്ത ആൾ ഞാനായിരിക്കും കേട്ടാ. എന്താ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരാൾക്ക് കഴിവ് കേട്ടാ. ഇതെന്താ വെച്ചാൽ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ സബോള എല്ലാം കൂടി ഞാൻ വഴറ്റി വെച്ചിരിക്കുകയാണ് കുറച്ച് നെയ്യിൽ. അതിൽ നമ്മുടെ ബീഫിൻ്റെ ബോൾസ് അടിച്ചത് ഇടണം കേട്ടോ. ഇത് എന്തോരം ഉണ്ടാവുമെന്ന് അറിയാത്ത കാരണം ഞാൻ 4 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണേ ഒരു 2 ഉരുളക്കിഴങ്ങ് മതിയാവും, കാരണം അധികം ഉരുളക്കിഴങ്ങ് ഈ ബോളിൻ്റെ രുചി നമുക്ക് അറിയാൻ പറ്റില്ലേ. കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ, കുറച്ച് ചീസ്. ഇത് മൊസറല്ല ചീസാണേ. ഇനി നമുക്കിതിനെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഒരു തരി ഉപ്പ്, മൊസറയുള്ള കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. ബീഫ് കട്ട്ലേറ്റ് പോലെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സ്ചറിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടാ. മീനിൻ്റെ പരിഞ്ഞനില്ലേ, പരിഞ്ഞൻ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും അതേപോലെ സെയിം ടേസ്റ്റ്, ഒരു മാറ്റവും ഇല്ല. ഇതിൽ എന്തൊട്ടാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആരുമാമയൊക്കെ വരുമ്പോൾ ചോദിച്ചു നോക്കാമല്ലോ. അപ്പോൾ ഇത്തവണ നിങ്ങൾ ക്രിസ്മസിന് സൂപ്പറായിട്ട് എങ്ങനെയാണ് ബീഫിൻ്റെ ബോൾ കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടാ, വെറൈറ്റി ആയിരിക്കും. നമ്മളെപ്പോഴും വെറൈറ്റി പിടിക്കണം. പ്യൂറിഫു അതുകൊണ്ട് ഗോൾഡേക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു കട്ട്ലേറ്റ് അല്ലേ. വൈകുന്നേരമായി. ഇനി നമുക്ക് നമ്മുടെ ടെസ്റ്റിക്കിൾസ് ഗ്രില്ല് ചെയ്യാനുണ്ട്. അതിനേക്കാളും തൊട്ട് മുന്നേയായിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് പിടിക്കണ്ടേ. ഞാനിവിടെ കിഴി കെട്ടിയിട്ട് ഇതിനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട്ലേറ്റിന് വേണ്ടത് മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കോഴിമുട്ട, കുറച്ച് മൈദ, കുറച്ച് ബ്രെഡ് ക്രംസ്. ഇതിങ്ങനെ കറുത്തിരിക്കുന്നത് സെയ്ജും പെപ്പറൊക്കെ ഇട്ടിട്ടുള്ള ഫ്ലേവേഡ് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. ഇതുകൊണ്ട് ഇപ്പോൾ എത്ര എണ്ണം കിട്ടും ഉള്ളേ? വട്ട് യു തിങ്ക്? കുറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഗോൾഡ് വെക്കണം, കുറച്ച് മതിയെന്ന്. ഇത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റുള്ള സാധനം, ഒരു കുഴപ്പമില്ല. കറിയുണ്ട് ഹാഫ് ഹാഫ് ഹാഫ്. 4 കറക്റ്റാ. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക, ഇത്രയേ വേണ്ടൂ. സൈഡ് പൊട്ടിയിട്ടുണ്ട് വെച്ചെങ്കിൽ ഒന്നിങ്ങനെ ഞെക്കി ഷേപ്പ് പിടിക്കുക. ഇനി അതിന് മുന്നേ മാനിൻ്റെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടില്ലേ, കൈ ഒന്ന് നനച്ചോളൂട്ടാ. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഒന്ന് മൈദയിൽ ഡസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ പല വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നിനുമല്ല, എന്താണ്ടാവുക അതിൻ്റെ മുകളിൽ നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം 4 എണ്ണമായില്ലേ, 1 2 3 4. ഇപ്പോൾ ഇതേ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഞാൻ മുട്ട വെച്ചിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് എന്ത് വെച്ചിട്ടുണ്ട്, ക്രംസ് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? കട്ട്ലേറ്റ് നമ്മൾ എടുക്കുന്നു, മുട്ടയിൽ മുക്കുന്നു, ക്രംസിൽ മുക്കുന്നു, ഇവിടേക്ക് മാറ്റി വയ്ക്കുന്നു. ഇതിങ്ങനെ ഈ ഓർഡറിൽ വെച്ചോളൂട്ടാ. ഇല്ല വെച്ചാൽ ആകെ ഈ കയ്യും ആ കയ്യും ഒക്കെ കയറിയിട്ട് മിക്സ് ആവും. സോ ഇടവൻ കൈ കൊണ്ട് നമ്മൾ എടുത്തു, കുറച്ചധികം ക്രംസ് എടുത്തോളൂട്ടോ. അതിന് വലിയ വിലയൊന്നുമില്ല. ഈ സാധനം ഇതിന് ഭയങ്കരമായിട്ട് പിശുക്കിയിട്ട് ഒട്ടിക്കുന്നു കാണാറുണ്ട്. എന്താ ചെയ്യണ്ടേ, ഇതിലേക്ക് ഇങ്ങനെ ഇടുക, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ടോസ് ചെയ്യാനേ പാടുള്ളൂ. കൈ കൊണ്ട് കിടന്ന് കളിക്കരുത്. ഇപ്പം നമ്മുടെ വലത്തെ കൈ ഫ്രീ അല്ലേ. ഓക്കെ, നോക്കിയോ നിങ്ങൾ ഇതിൻ്റെ ടെക്സ്ചർ ബ്യൂട്ടിഫുൾ. അതെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ കൈൻ്റെ മുകളിൽ മുട്ട മാത്രമേ ഉള്ളൂ. ഇതെടുത്തിട്ട് നമ്മുടെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക. ലാഫല്ലേ, ലുക്ക് അതെ ബ്യൂട്ടിഫുൾ ടെക്സ്ചർ, ലുക്ക് അത്തെ ടെക്സ്ചർ. ഇനി ഒരെണ്ണം ഗോൾഡ് അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാട്ടി തരും. അപ്പോൾ ഗോൾഡ് അതിന് ഇത്ര വലിയ ശ്വാസം വിടുന്നത്. ഗോൾഡ് ഭയങ്കരമാണ് ശ്വാസങ്ങളൊക്കെ വിടുന്നത് കേട്ടോ. ഗോൾഡ് മടി കൂടുന്നുണ്ട് കേട്ടോ നമുക്ക് ഈറ്റായിട്ട്. ഡ്രോപ്പ് ഇറ്റ് ഇൻ ഹിയർ ആൻഡ് ടോസ് ടോസ്. ഇത്രയേ ഉള്ളൂ. കണ്ട, എന്നിട്ട് പിന്നെ മുങ്ങാങ്കോഴി ഇട്ടിട്ട് എടുക്കണം. ഓക്കെ, അതെ കണ്ട നല്ല അടിപൊളി ടെക്സ്റ്റൈൽസ് അല്ലേ ഇതിൻ്റെ മുകളിൽ. വറുത്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതേപ്പം നമ്മുടെ 4 ടെസ്റ്റിക്കിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ടെസ്റ്റിക്കിൾസ് ഗ്രില്ല് ചെയ്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ റോക്കി ഓയിസ്റ്റേഴ്സ് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ ഗ്രില്ലിലാണ് കുക്ക് ചെയ്യണേ. ഒരു ഗ്രില്ല് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഗോൾഡാ. പറ്റണം, ഫിസിക്സ് ശരിയാണെന്ന് വെച്ചെങ്കിൽ പറ്റണം. പ്രോട്ടീൻ കുക്കായി കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടുപോരും. ഒരു മണോ ഒരു സംഭവമോ ഒന്നുമില്ല കേട്ടോ ശരിക്കും. തിരിച്ചു വെച്ചിട്ട് ഉപയോഗിക്കാം. 2 മിനിറ്റ് ആയിട്ടാ. വാട്ടർ കണ്ടൻറ്റ് കുറവായ കാരണമാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഷ്രിങ്ക് ആവണ് കണ്ട. ഞാൻ ഉപ്പ് ചേർക്കണം. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. സിമ്പിളായിട്ടാ പറഞ്ഞേ. ഇതൊക്കെ നല്ല പാണ്ടു വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ടെരിയാക്കി സോസ് ഇതിൻ്റെ മുകളിൽ ചേർക്കാൻ പോവാണേ. അത് തന്നെ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. ഞാൻ അതിനെ ഫ്ലിപ്പ് ചെയ്യണം. ബ്ലിപ്പി എടുക്കണേക്കാളും തൊട്ട് മുന്നായിട്ട് ഞാൻ കുറച്ചും കൂടി ടെരിയാക്കി ഇതിൻ്റെ മുകളിലാക്കുന്നുണ്ട് കേട്ടോ. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ഗ്രിൽ മാർക്ക് വന്നിട്ടില്ല കേട്ടോ. എനിക്ക് വേണം ഇതിൽ കണ്ടമാനം വെള്ളമുള്ള കാരണേ ആ വെള്ളം ഇങ്ങനെ പോണ കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ. ഗ്രിൽ മാർക്ക് വരുന്നില്ല. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കട്ട്ലേറ്റ് ഇതിൽ മുക്കി വറക്കാൻ പോവാണ് കേട്ടോ. രണ്ടെണ്ണ അരിമാമ വരാനായിട്ട് ലേശം നേരം വൈകിട്ടോ. അത് കാരണം നമ്മുടെ ടെസ്റ്റിക്കിൾസ് കൂടി ഇരുന്നിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലേശം ബട്ടർ ഇട്ടിട്ട് ബട്ടറിൽ ഒന്ന് ചൂടാക്കി എടുക്കുക. അരിമാമ വരുമ്പോഴേക്കും ഇനി കുറഞ്ഞൊന്നും വേണ്ട. അരിമാമന് ചൂടുള്ള ടെസ്റ്റിക്കിൾസ് കഴിക്കണമെന്ന് അന്തമാതിരിയാണ്. എന്താണെങ്കിലും ടെസ്റ്റിക്കിൾ ചൂടാവുന്ന സമയത്ത് നമുക്ക് 4 ബ്രെഡിൻ്റെ പീസും കൂടി എടുത്തിട്ട് ഇതിൽ ചൂടാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ സെർവ് ചെയ്യാമല്ലോ. സെയിം വലുപ്പമുള്ള ബ്രെഡ് പീസുകളാണ്. നൈസ് ആൻഡ് സ്ലോ ഫയറിൽ ഇരുന്നിട്ട് കുക്കാവട്ടെ. നമ്മുടെ കട്ട്ലേറ്റ് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ കണ്ടാ നല്ല ശബ്ദം. മറ്റേ ഇതെന്താ അണ്ടി സാലഡാണോ? അണ്ടി സാലഡ്. അയ്യോ കഷ്ടം തന്നെ. നോക്കിയ നിങ്ങള് ഇതിന്റെ ക്രിസ്പി നോക്ക് കണ്ടാ. കേരളത്തിൽ ആദ്യമായിട്ട് ടെസ്റ്റിക്കിൾ ഉപയോഗിച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയതിന്റെ പാറ്റന്റ് എനിക്ക് തന്നെ വേണം. എല്ലാവർക്കും മെറി ക്രിസ്മസ് ഒക്കെ അല്ലേ മാമ. കൊതിയായിട്ട് നിൽക്കണം മാമൻ. ഇത് കണ്ടോട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മാമൻ അല്ല ഇനിയും കിട്ടുമെന്ന് അല്ലേ? ഇനി വേണം കണ്ടാ. ബ്യൂട്ടിഫുൾ ടെസ്റ്റിക്കിൾസ് ആസ് ഇറ്റ് ഈസ്. ഇത് കടിക്കാൻ പോവാണ് കേട്ടാ. ഓക്കെ, ഇതിന്റെ ആ ക്രിസ്പിനെസ് ഒക്കെ പോണേ. ഇപ്പൊ പ്ലേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇനി ഇൻ കേസ് ക്രിസ്പിനെസ് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് എന്നെ നന്നായിട്ട് കാണില്ലേ. അപ്പൊ മെറി ക്രിസ്മസ് ഗോയ്സ്. മുരിക കഴിച്ചു. ചേട്ടനത് കടിച്ചപ്പോ ഒരു വേദന. അല്ല മുരിയുടെ കാര്യം വെച്ചിട്ട് മസിലൊക്കെ നമുക്ക് കടിച്ചാലും വലിയ പ്രശ്നമില്ല. ഇവിടെ ഒക്കെ കടിച്ചാലും. പക്ഷെ അതെ, ഞാനിവിടെ കുറച്ച് നമ്മുടെ ഗ്രീക്ക് സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സാലഡ് അറിയാലോ. കുറച്ച് ഫാറ്റ ചീസ്, കുറച്ച് മിക്സഡ് വെജിറ്റബിൾസ്, കുറച്ച് ലൈം, ഹണി ഇതൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ 4 നൈസ് ബ്രെഡുകൾ ഉണ്ട് കേട്ടാ. ഇനി ഞാൻ കുറച്ച് കാരമലൈസ്ഡ് അണിയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് ഒരു വൈൽഡ് ഒരു സാധനം കിട്ടുമല്ലോ. ഞാൻ നിങ്ങളുടെ പരമാവധി ഇതിന്റെ ഒറ്റയ്ക്കുള്ള ടേസ്റ്റ് ഇനി ഉണ്ട് വെച്ചെങ്കിൽ പൊക്കോട്ടെ. നിങ്ങൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചു. ക്രിസ്മസ് ഒക്കെ അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് രാത്രി ഞാൻ അത് കണ്ടപ്പോ ആക്ച്വലി ബോൾസ് ആയിരിക്കാന്ന് വിചാരിച്ചേ. അല്ല, ബോൾസിന്റെ താഴെ മുടി കരിഞ്ഞാണെന്ന് നീ വിചാരിച്ചില്ല. അതിന് പോയി അല്ല ഷേപ്പ്. ഓക്കെ, ഇനി നമ്മുടെ ഐറ്റം ദേട്ടാ. ഇതാണ് സാധനം. ഗ്രില്ല് ഇത് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നീ നോക്കിയേ, ഫൈൻ ഡൈനിങ് റെസ്റ്റോറന്റിലെ പോലെ ഇരിക്കണേ. മാമനൊരു വലിയത് ഇരിക്കണേ. ഈ വണ്ടി കുറവുണ്ടെന്നുള്ള പരാതിയിലുണ്ട്. ആവശ്യത്തിനുള്ളതായിക്കോട്ടല്ലേ മാമ. എനിക്ക് അങ്ങനെ പരാതിയില്ല. ഞാൻ തുടങ്ങി 2-4 കഴിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ തൊണ്ടല്ലേ പറയാൻ പറയണ്ടേ. ഈ മുടി പറയാൻ പറ്റില്ല. ഒരു വിചാരം ഇനി ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? കുറച്ച് ബ്രൈ ചീസ് ഇല്ലേ നമ്മുടെ ബ്രീ, ആ ബ്രീ ചീസ് ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്ത്. അതെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കവർ ചെയ്യാൻ ഇപ്പൊ ആൾക്കാരെ കാണുന്നത് എനിക്ക് കുഴപ്പമില്ല. ഇതുപോലെ മീൻ കഷ്ണം ചെയ്തോ നീ ഇത് പറയും.
അത് പറയുന്നേ മീൻ നമ്മള് കഴിച്ചിട്ടുണ്ടല്ലോ. മാനസികമായിട്ടുണ്ടാവുന്ന പ്രശ്നം. നീ തിന്നാ മതി. ബ്യൂട്ടിഫുൾ. കഴിഞ്ഞ ദിവസം വീണ്ടും ബാക്കി വന്നിട്ടുള്ള, അതായത് ഈ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് ടൊമാറ്റോന്റെ ഉള്ളിലെ സീഡ്സും ഇതൊക്കെ ബാക്കി വരുമല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ആക്ച്വലി നമ്മുടെ അവക്കാഡോ ഒക്കെ ചേർത്തിട്ട് കുറച്ച് ഗുവാക്കമോളി ഉണ്ടാക്കിയതാണ്. ഇനി 2 കട്ട്ലറ്റ് എടുക്കാം. തികഞ്ഞില്ലെന്ന് വേണ്ട പരാതി. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഗുവാക്ക് ഇപ്പുറത്താണ്. ഗുവാക്കിനെ ഞാനൊന്ന് ഇങ്ങോട്ട് തിരിച്ചു. ഒരു ലെമൺ ഞാൻ ഇതിന്റെ സൈഡിൽ വെച്ചു. മിന്റ് ലീവ്സ് ഓൺ ദ ടോപ്പ്. വേറെ ഒരു സാധനവും ഇല്ല കേട്ടോ. നമുക്ക് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ തന്നെ ടേസ്റ്റ് ചെയ്യണം. ബ്യൂട്ടിഫുൾ ബോൾസ് കട്ട്ലേറ്റ് ഓർ ടെസ്റ്റിക്കൽ കട്ട്ലേറ്റ്സ്. ഓക്കെ, ഇതിന്റെ മുകളിൽ ലേശം ഞാൻ ക്യൂപ്പി മയോണി ചേർക്കുന്നുണ്ട്. ഓക്കെ, little bit of mayo. ഇനി ഒരു മിനിറ്റ്. ഓക്കെ, കോരി ഞാൻ കുറച്ച് ക്യൂപ്പി മയോണി എന്റെ മുകളിൽ ചേർത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നല്ല രസമില്ലേ? നീ പറയൂ, അണ്ടിയെന്ന് പറയൂ. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി ഒരു റീത്തും കൂടെ മുകളിൽ വെച്ചാൽ അത് പൊക്കി കളർഫുൾ ആയിട്ട് എന്റെ അണ്ടിക്ക് എന്റെ അണ്ടിക്ക് ഒരു റീത്ത്. ആദരാഞ്ജലിക. ഈ ന്യൂസിലാൻഡിൽ പച്ചവെള്ളത്തിനേക്കാളും വില കുറവാന്ന് വൈനേന്ന് തോന്നുന്നു. ഇവിടെ എന്നെ വിസിറ്റ് ചെയ്യാൻ വരുന്നവര്, ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ, എന്നെ ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വരുന്നവര് വൈന കൊണ്ടുവരുന്നേ. ഇപ്പൊ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഇരിക്കുന്ന വൈന അവർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് നോക്കിയപ്പോ 5 ബോട്ടിൽ വൈനടാ. 2 ഞാൻ കൂട്ടി പറഞ്ഞു. 4 ബോട്ടിൽ. അപ്പൊ വന്ന ഓരോന്നും കൊണ്ടുവന്നപ്പോ അവനെ തിരിച്ചു കൊടുക്കും. നീ എന്താ വിട്ടിരിക്കട്ടെ. മറ്റേ വൈൻ്റെ കുഴപ്പം അറിയോ, ഒരു തവണ പറയുമ്പോ ഇത് റെഡ് വൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ കാണിക്കണ ഇതിന് കംപ്ലൈന്റ് ഉണ്ട്. അത് ഞാൻ പറയണ സമയത്തൊക്കെ റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ലേ എല്ലാ സമയത്തും? ഐഡിയൻ്റെ ഇടയിൽ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടാവില്ല. അത് വെക്കാം. 3 ആൾക്ക് കള്ളുള്ളൂ. 3 ആൾ. ഒരാള് പെട്ടെന്ന് ഇടയില് അയ്യ സാറേ അറിയാൻ പാടില്ല സാറേ ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇടയിൽ കയറിയതാ. നീ പിടിച്ചോ. അപ്പൊ എല്ലാവർക്കും നല്ല സൂപ്പർ മെറി ക്രിസ്മസ് ഇട്ടാ. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക, സൂപ്പർ ആക്കുക. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ? ഓക്കെ, ഈ വെറൈറ്റിക്ക് ഇതും കൂടി ഉണ്ടാക്കണം. ഓക്കെ, സല്യൂട്ട്. എനിക്കറിയാൻ പാടില്ല സാറേ, ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് ഇടയിൽ വന്നാ വീട്ടിൽ കയറി നമ്മളെ മനസ്സിലായി പെട്ട് കൊടുന്ന ചോറിനേക്കാളും പണ്ടാറ അടങ്ങാനായിട്ട് പട്ടിണി കിടന്നാൽ മതിയായിരുന്നു. ഇതിവിടെ വന്നപ്പോ ബോൾസ് പൊരിച്ചതാ കിട്ടിയത്. അണ്ടി പൊരിച്ചു. ആദ്യം കട്ട്ലേറ്റിന് ക്രിസ്പിനെസ് പോകാൻ സാധ്യതയുള്ള കാരണം ആദ്യം നമുക്ക് കട്ട്ലേറ്റിനെ കൊടുക്കാം. അല്ല പൊട്ടിക്കില്ല പൊട്ടിച്ച ഒരു രസം. മൊത്തം എടുത്തോ, മൊത്തം എടുത്തോ. ഒരു കൈ പിടിച്ചു കേട്ടോ. പോനു ഓക്കെ. ഇവന് ഞാൻ നേരത്തെ കടിക്കുന്നത് നിങ്ങൾ കണ്ടാണല്ലോ. ഇവന്റെ കടി കാണും ഇനി. ഇവൻ നീ കടിക്കല്ലേ. മാമന്റെ കടി. മാമ നല്ല കടിക്കട്ടെ. കടിച്ചോ, കാര്യമായിട്ട് കടിച്ചോ, പേടിക്കൊന്നും വേണ്ട. ഇനി ഞാൻ തരില്ല, ഞാൻ ചോദിച്ചാലും ഞാൻ തരില്ല. മാമൻ വായലിട്ടിട്ട് എല്ലാവർക്കും ഒരു വേദന അരയ്ക്കുന്ന കീപ്പിട്ടിക്ക്. എന്താ മാമ കളിച്ചിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ഒന്ന് ചേർത്ത് വെക്കട്ടെ. ചേർന്ന് നിൽക്കാനാ? മാമ ഇങ്ങനെ പേടിക്കണ്ട. നിങ്ങൾ എന്താ കഴിച്ചിട്ട് എന്താ തോന്നി? നീ കഴിച്ചോറാ. നീ ഇവന്റെ നന്നായിട്ട് എടുക്കട്ടാ. ഗ്ലൂക്കോസ് ഒന്നും വേണ്ട, അത് കഴിക്കുമ്പോ ഗ്ലൂക്കോസ് കിട്ടും നിനക്ക്. സ്വന്തമാണെന്ന് കരുതിയും കഴിച്ചോ. നിന്റെ സ്വന്തം. അതെ, ടേസ്റ്റ് നോക്കാനാ പറഞ്ഞേ. ബോൾസ് കേട്ടാ അപ്പൊ തിന്നാ. വീടും തെറ്റി കയറിയിട്ടില്ലേ അപ്പൊ?
എന്താ നീ നിക്ക്, എന്ത് കുഴപ്പമുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം ബീഫിന്റെ ബോൾസ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ഒരു മീനിന്റെ മുട്ടയുടെ പോലത്തെ ഒരു ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ടെക്സ്ചർ ഒക്കെ അടിപൊളിയല്ലേ? ബീഫായിട്ടും അങ്ങനെ വരില്ല തോന്നുന്നില്ലേ? അതെ. ഉരുളക്കിഴങ്ങ് ഞാൻ 2 ഇട്ടുണ്ട്, ഇത് കുറവ്, പക്ഷെ ഒന്നും അറിയില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല മെൽറ്റ് ഇൻ യുവർ മൗത്ത് ടെക്സ്ചറുള്ള ഒരു സൂപ്പർ സാധനമാണ്. മസ്റ്റ് ട്രൈ. ഒരു ഫ്ലേവർ വ്യത്യാസമില്ല, ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാനിവിടെ ഇത് ഇങ്ങോട്ട് ബോൾസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത്തെ ക്രിസ്മസിന് കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിഷ് ഒരാളായിട്ട് അങ്ങനെ വിചാരിച്ചോളാം. അല്ല, ഇവനെ ബോൾസിന്റെ ചോപ്പ് പെട്ടെന്ന് മനസ്സിലാവും. എന്ത് ചോപ്പല്ലേ എല്ലാരും എടുക്കണമെന്ന് കണ്ടേ? എല്ലാരും ഒരുമിച്ച് എടുക്കട്ടോ. 4 എണ്ണം ഉണ്ട്, 4 ആൾക്കുണ്ട്. ഇല്ലടാ, ഇത് ബോളല്ലാന്ന് വിചാരിക്കും. നിനക്ക് ചോപ്പരിച്ചുള്ള കാരണം ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്കിത് ആദ്യമായിട്ട് പ്രശ്നമില്ല. ആ പ്രശ്നമില്ല. ഒരു നല്ല ഹാഫിന്റെ ആ ക്യുപ്പി വരുന്ന ഭാഗത്ത് തന്നെ കടിക്കണം കേട്ടോ. മാമന ബോൾസിന്റെ ടേസ്റ്റിന്റെ പരിചയം ഉണ്ട്. ഒരാളുണ്ടെങ്കിൽ പറയൂല. കടിക്ക് എന്നിട്ട് അതും പറ. ഓ, ഇനി വേണമെന്ന് പറയരുത്. ഞാൻ 4 ഉണ്ടാക്കിയിട്ടുള്ളൂ. കുഴപ്പമില്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. ബോൾസിന്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റ്. ബോൾസിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ. ബോൾസിന്റെ ടേസ്റ്റ് ഇല്ല. കള്ളം വിളിച്ചെത്തയില്ലേ? ബോൾസ് കറക്റ്റ് ആയിട്ട് അറിയാല. കഴിഞ്ഞ വീഡിയോയില് ഹാർട്ടിന്റെ ടേസ്റ്റ് ഇല്ല, ഇന്ന് ബോൾസിന്റെ ടേസ്റ്റ് ഇല്ല കേട്ടാ മാമന്. ഇവിടെ വിഷ്ണു പേടിച്ചിട്ടാ കടിക്കുന്നത്. മാമ നിർത്താണ്ട തിന്ന. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വാങ്ങി കുടിക്കുക. കുറച്ച് തൊണ്ടയിലിരിക്കത് ബോളൊക്കെ തൊണ്ടയിലിരിക്കാന്ന് പറഞ്ഞ എന്താ അവസ്ഥ അല്ലേ? എന്താ അഭിപ്രായം പറ വേഗം. ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞിട്ട് പോകണല്ലോ. ഇത് ബോൾസ് ആണെന്നും പറയില്ല. എനിക്ക് 2 പേരെ ഡയലോഗ് കിട്ടിയ കാരണം ഒരു സുഖമുണ്ട്. ഞാൻ ഇനി അത് പറയില്ല. പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും പറയാം, ഓർത്തോട്ടോ. ഇത് ഭയങ്കര നല്ല ഫ്ലേവർഫുൾ ആക്ച്വലി. നല്ല ഫ്ലേവർ. മാമ ഫ്ലേവർഫുൾ ആണ്. ഇത് ടേസ്റ്റ് കഴിക്കാം നന്നായിട്ട്. നന്നായിട്ട് കഴിക്കാൻ പറ്റും മാമന്. അഗൈൻ ബ്രീഡിയും ആ ബ്രെഡിന്റെയും കാരമലൈസ്ഡ് അണിയന്റെയും ഇതിന്റെ ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്രില്ല് ചെയ്തിട്ടുള്ള ബോൾസ് വെച്ചിട്ടുണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ. അറിയുന്നില്ല. ഞാൻ ഒരെണ്ണം തനിയെ കഴിച്ചു നോക്കുന്നുണ്ട്. അടിയിട്ട കട്ട്ലേറ്റ്. നീ പറ. എങ്ങനെയുണ്ട്? ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു തരി പോലും നിങ്ങൾ കളയണ്ട. നന്നാക്കിയിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാല് നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കാം. ട്രൈ ചെയ്യാം, വെറുതെ കളയണേ. ചേട്ടൻ ഇതുണ്ടാക്കിയ ഏറ്റവും ന്യൂട്രീഷൻ ആയിട്ടുള്ളതാണോ? ആയിരിക്കാം. ഇത് ഞാൻ പറഞ്ഞു കേട്ടത് നിപ്പില് കുതിച്ചു പൊന്തുന്നാ പറഞ്ഞിട്ടുള്ളത്. കുതിച്ചു പൊന്തു. ഇന്ന് വീട്ടിലേക്ക് പോണ? അത് നൈറ്റ് ഷിഫ്റ്റാ? വീട്ടിലേക്കാ? ആ നമ്പർ എടുത്ത് മറ്റേ ചിഞ്ചുന്റെ. അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾസിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ പോലെയാണ് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇത്തവണത്തെ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ബോൾസ് എടുത്തിട്ട് ഈ 2 വെറൈറ്റിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ഓക്കെ, അതാ ജിംഗിൾ ബെൽസ് കുക്ക് ചെയ്തു നമ്മൾ ഈ ഇത്തവണത്തെ ക്രിസ്മസിന് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് വൺസ് അഗൈൻ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇതുപോലെ സൂപ്പർ വീഡിയോ വേണ്ടി നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ. എന്തോ കൊടിയ പാവം ചെയ്ത കാളയാ കഴിഞ്ഞ. അതിന്റെ ബോൾസ് വരെ അതിന്റെ ഹാർട്ട് എന്ന് ഇപ്പൊ ബോൾസ്. അവന്റെ കൊമ്പ് എന്തെങ്കിലും ചെയ്തായിരുന്നു. കൊമ്പ് ഇത് ടേസ്റ്റ് ഒരിക്കലും അറിയില്ലെന്ന്.
ഒരു പ്രശ്നമില്ല. നമ്മുടെ മനസ്സിൽ ഈ സാധനം balls മനസ്സിലാണ് അതെ നമ്മുടെ നാട്ടിൽ തന്നെ വേറെ എന്തോ ഒരു മുട്ട മീനിന്റെ പരിവാണ് അങ്ങനെയാണോ